ഹലോ ഗായ്സ്, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ കടിയൊക്കെ പറഞ്ഞ സാധനമാണ് പഴം. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാട്ടോ. ഞാൻ കട്ട് ചെയ്തു. അപ്പൊ നമ്മൾ നല്ലോണം കട്ട് ചെയ്യാട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ ആന്റി ചേട്ടന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനും അത് വേണം. ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആന്റി. അതുവരെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് പറഞ്ഞു തരാം. നമ്മള് ഇങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഴം കട്ട് ചെയ്തിട്ട് നമ്മളത് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോ നമ്മള് പഴം അതിന് ഫുള്ളോടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വറുത്ത് കഴിയുമ്പോ നമ്മള് അതൊരു പാത്രത്തിലോട്ടിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വറുത്തിട്ട് സാധാരണ കഴിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ആന്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മുടെ ആന്റി ഉണ്ടാക്കുകയാണ്. ഇതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴം ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് കിട്ടുക. അപ്പൊ നിങ്ങൾ ഈ പഴം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഈ പഴം കട്ട് ചെയ്തിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കരിഞ്ഞു അത് നോക്കണം. കരിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ചൊക്കെ കരിയാൻ നമുക്ക്. കുറച്ചൊക്കെ കരിഞ്ഞാൽ ഫുള്ളായി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. ഫുൾ കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടും ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ ഈ പഴം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാറില്ല. പക്ഷെ എന്റെ കൈ മുറിയാറില്ല. ചിലപ്പോഴേ മുറിയുള്ളൂ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ എന്റെ കൈ മുറിയത്തില്ല. എന്റെ ചേട്ടന്റെ കൈ മുറിക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പഴം വലുതായിപ്പോവും, അല്ലെങ്കിൽ ചെറുതായിപ്പോവും, അല്ലെങ്കിൽ ഒരു കട്ടി ഉണ്ടാവും. ഇതൊക്കെ അല്ലെങ്കിൽ ലൂസ് ആയിരിക്കും. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞി പീസ് കിട്ടും. കുഞ്ഞിന്റെ ആ പകുതി ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് നല്ല വൃത്തിക്ക് കട്ട് ചെയ്താൽ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ കിട്ടിക്കോളും കട്ടിയോടെ. കട്ടിയാൽ നമ്മൾ ഉപയോഗം പെട്ടെന്ന് വരത്തില്ല. ഒരെണ്ണം മാത്രം വേസ്റ്റ് ആയിപ്പോവും. അപ്പൊ നമ്മള് നല്ലോണം നല്ല വൃത്തിക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയി ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ ആന്റി വിളിച്ചു കേട്ടോ. എന്റെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഗൈസ്, നമ്മള് ഓരോന്നോരോന്നാണ് ഇടേണ്ടത്. നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. നമ്മുടെ കയ്യിലോട്ട് പറ്റി പിടിച്ചിരിക്കും. വറുത്തിട്ട് ഞാനാണ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ പഴം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ.